കേരളത്തിൽ നമുക്കറിയാമല്ലോ 2018 എലന്തൂർ നരബലി, ലോട്ടറി കച്ചവടക്കാരായ പത്മയും റോസ്ലിയും എറണാകുളത്തു നിന്നും എറണാകുളത്തു നിന്നും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശത്ത് ഇവരെ ലോട്ടറി വിട്ടുകൊണ്ടിരുന്നവരെ രണ്ടുപേരെയും വളച്ച് എലന്തൂര് കൊണ്ടുവന്നിട്ട് അവിടെ ഷാഫി എന്ന അവൻ പൂജ നടത്തി. അവിടെ പക്കവൽ സിംഗ് എന്ന് പറഞ്ഞ ആളും അയാളുടെ പ്രാദേശിക CPM-ന്റെ അംഗമാണ്. അയാളുടെ ഭാര്യ ലൈല, അവര് 3 പേരും ആ നരബലി 2 പേരെ നടത്തി. വേറെ എത്ര പേരെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പോലീസ് അവരുടെ വീടും പരിസരവും മുഴുവൻ കുഴിച്ചു നോക്കിയിരുന്നു. അതിനകത്തുനിന്ന് ആ 2 മനുഷ്യജീവികളുടെയും അംശങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് DNA പരിശോധനയ്ക്ക് എത്തി. ഏതായാലും അവരെ 3 പേരെയും അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. അവർക്ക് തൂക്കിക്കൊല കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അത് തന്നെയാണ് കക്കാട്ടുപടിയിലെ ഈ കൊലപാതകത്തിന്. അത് നരബലിയാണ് എന്ന് പോലീസ് സ്ഥാപിക്കണം. കാരണം അവിടെ അതിനുള്ള സാധന സാമഗ്രികൾ അവിടെ ഉണ്ട്. ആ അമ്മയും ആ മകളെയും നരബലിക്ക് വേണ്ടി തന്നെയാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇതിനടുത്ത് തന്നെ കട്ടപ്പനയിലെ ഈ സാഗര ജംഗ്ഷന്റെ അടുത്ത് SN ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്, തൊട്ടടുത്താണ്. അവിടെ 2 വർഷം മുമ്പ് അവിടുത്തെ ഒരു ജോർജ് എന്ന് പറഞ്ഞ പഴയ കട്ടപ്പനയിലെ മലഞ്ചരക്ക് വ്യാപാരി, അയാളുടെ ഭാര്യയെ ആ SN ജംഗ്ഷനിലെ വീട്ടിലെ താഴത്തെ നിലയിൽ കഴുത്ത് ഞെരിച്ചു കൊന്നു. കുറച്ച് സ്വർണം എടുത്തുകൊണ്ട് പോയി. അതിനൊന്നും കണക്കില്ല. ജോർജ് എന്ന് പറഞ്ഞ ആള് അയാളുടെ ഭാര്യ അന്നമ്മയാണ് കൊന്നത്. അയാൾ 2ാം നിലയിലേക്ക് കിടക്കുകയായിരുന്നു. അയാൾ അറിഞ്ഞില്ല ആ കൊലപാതകം. അയാള് അല്പം മദ്യപിക്കുമെന്ന് തോന്നുന്നു, രാത്രി ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. താഴത്തെ നിലയില് ഉറങ്ങിക്കിടന്ന ഭാര്യയെ, 2 പേരും പ്രായമുള്ളവരാണ്, ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അത് യുവവര് തന്നെ എന്ന് ഞാൻ കരുതുന്നു. കാരണം സംശയങ്ങൾ പോലീസ് ഭർത്താവ് മോളിൽ കിടന്നിട്ട് ഭാര്യ താഴെ കൊന്നിട്ട് അറിഞ്ഞില്ല, തീർച്ചയായിട്ടും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല പ്രായമുള്ള ആളാണ്, മദ്യപിക്കുന്ന ആളാണ്, അയാൾക്ക് അവിടെ നല്ല സ്വത്തുള്ള ആളാണ്. ഭാര്യയെ കൊന്നിട്ട് ഒരു പ്രയോജനമില്ല. മദ്യപിച്ച് വല്ല വഴക്കും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതൊരു കൊലപാതകത്തിലേക്ക് അയാൾ കൊണ്ടുപോവില്ല. ഇത്ര വിവരമുള്ള ഒരാൾ തന്നെയാണ് ജോർജ്. അത് തന്നെയല്ല, കട്ടപ്പനയിലെ അറിയപ്പെടുന്ന ഒരു മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന് വീട്ടുപേര് കൊച്ചുപുരയ്ക്കൽ എന്നതാണ്. കൊച്ചുപുരയ്ക്കൽ ജോർജ് സാമ്പത്തികമായി നല്ല നിലവാരവും 4 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചു. ഇളയൊരു മകനാണ്. ആ കൊച്ചുപുരയ്ക്കൽ ജോർജിന്റെ തൊട്ടടുത്ത് അവരുടെ സഹോദരന്മാർ താമസിക്കുന്നുണ്ട്. ഇളയ മകൻ ആ വീട്ടിൽ ഇപ്പം കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരുടെ വീട്ടിലാണ് കിടക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ചുറ്റിക എടുത്ത ആ സ്ഥലത്തെ പൂജാരി, അയാളുടെ സുഹൃത്ത് വിഷ്ണുവും തന്നെയായിരിക്കും. കാരണം മോഷണ സ്വഭാവം ഉണ്ട്. തൊട്ടടുത്താണ്, പണമുള്ള ആളാണ് എന്ന് കരുതിയിട്ടാണ്. കാരണം അങ്ങേര് നല്ലതായിട്ട് മദ്യപിച്ച് പൂസായി കിടന്നിരിക്കാം. ആ സമയത്ത് ഭാര്യയെ കൊന്ന് വീട് മുഴുവൻ സെർച്ച് ചെയ്തിട്ട് കിട്ടിയെടുത്തോണ്ട് പോയിട്ടുണ്ട്. കട്ടപ്പന DYSPയും ഇടുക്കി SP-യും ഇക്കാര്യം ശ്രദ്ധിക്കണം. കാരണം ആ കേസിൻ്റെ അകത്ത് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഭർത്താവാണ് ചെയ്തതെന്ന് സംശയിച്ച് അങ്ങനെ വളരെയധികം ചോദ്യം ചെയ്തു. അന്തസ്സുള്ള ആ മനുഷ്യൻ അവസാനം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അത് യവന്മാര് തന്നെ എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീളണം. ആ കേസിന്റെ പറ്റി ചോദിക്കണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവരുടെ ഈ കേസിനകത്ത് തീർച്ചയായും റിക്കവറി നടത്തുമ്പോൾ ഉണ്ടാവും. അത് വിജയൻ അറിയാം. വിജയനെ കൊല്ലാനുള്ള കാരണം പൂജ നടത്തി ആ കെയർ ഓഫിൽ അയാളെ കൊന്നു എങ്കിലും ആ പൂജാരിയുടെ ഉള്ളില് ആ കൊലപാതകം തന്നെ ആയിരിക്കണം കാരണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കൊച്ചുപുരയ്ക്കൽ അന്നമ്മയുടെ കൊലപാതകത്തിന്റെ കാരണക്കാര് ഇവര് 2 പേരും ആകാം. വേറൊരു സാധ്യത അതിൻ്റെ അകത്ത് കാണുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ നരബലി അതുപോലെ മന്ത്രവാദം യഥേഷ്ടം മുന്നോട്ട് പോവുകയാണ്. അതായത് തൊടുപുഴയിൽ തന്നെ നമുക്കറിയാം വണ്ണപ്പുറം കൊലപാതകം, കൃഷ്ണൻ, അയാളുടെ ഭാര്യ, അയാളുടെ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന 2 കുട്ടികളെ, 4 പേരെയും അയാളുടെ ശിഷ്യനായ മന്ത്രവാദി കൊന്നിട്ട് പോയ ചരിത്രം അതും 2018 ഉണ്ടായത്. നരബലിയുടെ തൊട്ട് മുമ്പ്, അതായത് ഈ എലന്തൂർ സംഭവത്തിന് മുമ്പാണ് അത് ഉണ്ടായത്.
കേരളത്തിൽ പൊതുവെ രഹസ്യമായി മന്ത്രവാദവും നരബലിയും നടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.